ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിയാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതായിട്ട് നമ്മൾ ഈ പുതിയ റുബിക്സ് ക്യൂബാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊന്ന് ഷഫിൾ ചെയ്യാണ് ആദ്യം. അപ്പോൾ നമ്മൾ ക്യൂബ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേണേഴ്സിന് പറ്റിയ സിമ്പിൾ വീഡിയോ ആയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഈ റുബിക്സ് ക്യൂബ് കിട്ടിയ സമയത്ത് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ മെത്തേഡാണ് ഫസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഫ്ലവർ മെത്തേഡ് എന്നാണ് ഇതിനെ പറയാം. മഞ്ഞ സെന്റർ പോയിന്റ് ആയിട്ട് വെച്ചിട്ട് ഇതും ഇവിടെയും നമ്മൾ വൈറ്റ് ബ്ലോക്കുകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ വൈറ്റ് ബ്ലോക്ക് ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഫില്ലായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെയാണ് ഒരെണ്ണമുള്ളത്. അപ്പോൾ നമ്മൾ ഈ മിഡിൽ പീസുകളിലേക്കാണ് വൈറ്റ് ബ്ലോക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊന്ന് തിരിച്ച് വൈറ്റ് ബ്ലോക്കുകളെ കൊണ്ടുവരാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലോക്കുകൾ ഇവിടെയും മിഡിൽ പീസിൽ ഫില്ലായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് ഈ വൈറ്റ് ബ്ലോക്കിനോട് ചേർന്നിട്ടുള്ള ഈ കളറും അതിൻ്റെ താഴെ തന്നെയുള്ള ഈ സെൻറ്റർ കളറും സെയിം ആണോ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് തിരിക്കുമ്പോൾ സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ താഴത്തേക്ക് ഈ വൈറ്റിനോട് ചേർത്ത് ഇടാം. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ ഇത് മൂന്നിനും ഫോളോ ചെയ്യാണ്. ഞാൻ ഇവിടെ ഗ്രീൻ, ഇപ്പോൾ നമ്മുടെ അടുത്ത് ഗ്രീൻ പോയിന്റ് ഇവിടെയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഗ്രീൻ സെയിം ആക്കിയതിന് ശേഷം ഇതിനെയും ഈ വൈറ്റിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ഇട്ടു. അതിനുശേഷം നോക്കുമ്പോൾ ഇവിടെ റെഡ് വന്ന് സെയിം ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് പോയിന്റിനെ ഞാൻ താഴേക്ക് ഇട്ടു. അതിനുശേഷം ഈ ലാസ്റ്റ് പീസ് ഞാൻ നോക്കുമ്പോൾ ഓറഞ്ച് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫില്ല് ചെയ്തിട്ട് ഇതിനെയും താഴേക്ക് ഇട്ടു. ചിലപ്പോൾ നമുക്കിത് ഒരു തിരിക്കുന്നത് തന്നെ ഫില്ലായിട്ട് കിട്ടും. നമ്മൾ താഴേക്ക് ഇട്ടാൽ മതി. ചിലത് നമ്മൾ മാറി ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ 4 എഡ്ജ് പീസസ് വൈറ്റ് ആക്കുക എന്നുള്ളതാണ്. ഈ 4 എഡ്ജ് പീസസ് വൈറ്റ് ആക്കുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കളറും സെയിം ആയിട്ട് വരുന്ന വൈറ്റ് മേളിൽ വരുന്ന എഡ്ജ് പീസസ് ആണ് നമ്മൾ പോയിന്റിലേക്ക് ഇടുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ. അപ്പോൾ ആ എഡ്ജ് പീസ് എവിടെയാണെന്ന് നോക്കാം. എൻ്റെ എഡ്ജ് പീസ് ഇവിടെയാണ്. ഈ എഡ്ജ് പീസിനെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ നേരെ വെച്ച് താഴത്തേക്ക് ഇട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റാണ്. അപ്പം എൻ്റെ എഡ്ജ് പീസ് ഇവിടെ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് എന്ന് പറയുന്നത് വൈറ്റ്, ബ്ലൂ, ഓറഞ്ച്. എൻ്റെ വൈറ്റ്, ബ്ലൂ, ഓറഞ്ച് ഇവിടെയാണ്. അപ്പം ഇതിനെ ഞാൻ ഇതിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കയറ്റാണ് ഇനി. അപ്പോൾ ആ പീസും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലൂവിൻ്റെ ലെയറിലായിട്ട് പോവാണ്. ബ്ലൂവിൻ്റെ ലെയറിൽ നമുക്കിനി വേണ്ടത് ബ്ലൂ, റെഡ്, വൈറ്റ് ഉള്ളൊരു ബ്ലോക്കാണ്. അത് നമുക്കിത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇതിനെ എടുത്ത് നമ്മൾ പൊസിഷനിലേക്ക് ഇടാണ്. അപ്പം നമ്മുടെ റെഡും ബ്ലൂ ഫുള്ളും കയറിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് കോർണർ പീസായ റെഡ്, ഗ്രീൻ, വൈറ്റ് ഇത് നമ്മൾ എവിടെയാണ് നോക്കണം. അത് ഇവിടെയാണ്. അപ്പം ഇതിനെ നമ്മൾ പൊസിഷനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു ലെയർ കളറും മിഡിൽ പീസുകളും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് നമ്മൾ ഇതിനെ തിരിച്ചിങ്ങനെ പിടിക്കുകയാണ്. അപ്പം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ മിഡിൽ പീസുകളുടെ ഈ എഡ്ജ് പീസുകളാണ് നമ്മളിനി ഫില്ലാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പീസുകളാണ് നോക്കേണ്ടത് അത് ഇടാനായിട്ട്. അപ്പോൾ ഇവിടെ യെല്ലോ ഇല്ലാത്ത പീസായിരിക്കും ഈ സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ യെല്ലോ ഇല്ലാത്ത പീസ് ഞാൻ ഒരെണ്ണം കണ്ടു, ഓറഞ്ചും ബ്ലൂവും. അപ്പം ഇവിടെ ഈ ഫേസിൽ കാണുന്ന ഏത് കളറാണോ ആ കളറിന്റെ നേരെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഓപ്പോസിറ്റ് ഈ ഡയറക്ഷനിലായിട്ടാണ് ഇടണമെങ്കിൽ നമ്മൾ തിരിക്കേണ്ടത് ഇങ്ങോട്ടായിരിക്കണം, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കണം. ഇവിടെയാണ് ഇപ്പം നമുക്ക് ഈ പീസിലാണ് ഇവിടെയാണ് ഇടേണ്ടിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചാണ്. നമുക്ക് ഇവിടെയാണ് ഇടേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്നു. ഇതിനെ പൊക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലോക്ക് പൊട്ടി. ഇനി വൈറ്റ് ബ്ലോക്കിന് നമ്മൾ ഇതേ മെത്തേഡ് നമ്മൾ വേറെ രീതിയിൽ ഇതിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ഫില്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ പീസുകളിൽ യെല്ലോ ഇല്ലാത്ത എവിടെയാന്ന് നോക്കാം. യെല്ലോ ഇല്ലാത്ത ഒരു ബ്ലോക്ക് കിട്ടി. എനിക്ക് കിട്ടിയത് ഓറഞ്ചും ഗ്രീനും. അപ്പം ഈ ഓറഞ്ചും ഗ്രീനും ഞാൻ നോക്കാണ്. ഓറഞ്ചും ഗ്രീനിന്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പം ഈ പ്ലേസ് ഓറഞ്ച് ആയതുകൊണ്ട് മിഡിൽ പീസ് ഓറഞ്ചിൻ്റെ അവിടെ വെച്ചു. ഇങ്ങോട്ടേക്ക് ഇടുന്നതുള്ളതുകൊണ്ട് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു. ഇടേണ്ട പാർട്ട് പൊക്കി ഇതിനെ ബാക്ക് ടു നോർമൽ ആക്കി ഇത് താഴ്ത്തി.
എന്നിട്ട് ഇതിന് ലൊക്കേഷൻ മാറ്റി തിരിച്ചു, ഇത് താഴത്തോട്ട് വലിച്ചു നീക്കി നമ്മളിങ്ങനെ ഇതിനെ ബാക്ക് ടു നോർമൽ ആക്കി. അപ്പം നമ്മുടെ ഈ പീസും ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത ബ്ലോക്ക് നോക്കുമ്പോൾ എനിക്ക് എല്ലാത്തിനും ഒരു യെല്ലോ ഉണ്ട്. അപ്പം അത് ശരിയാവുന്നില്ല. അപ്പം ഇനി ഈ കളറ് ഇത് ഒരു യെല്ലോ ഇല്ലാത്ത കളറാണ്, പക്ഷെ ഇതിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഈ പൊസിഷൻ രണ്ടും മാറി കിടക്കാണ്. അപ്പം ഇതിനെ ബാക്ക് ടു ഇങ്ങോട്ട് അതിന്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരുത്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അതിനെ നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇതിനെ പൊട്ടിക്കണം. അപ്പം നമ്മൾ ഇതിനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട്. നമ്മളിതിനെ നേരത്തെ ചെയ്ത പോലെ നമ്മളിതിനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് ഇടുന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുന്നു, ഇടേണ്ട സൈഡിന് പൊക്കുന്നു, ഈ മേൾ പീസിന് നമ്മൾ ബാക്ക് ടു നോർമൽ ആക്കുന്നു, ഇതിനെ നമ്മൾ താഴേക്ക് ഇടുന്നു. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ക്യൂബിനെ നമ്മൾ നമ്മുടെ ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ഈ പീസിനെ വൈറ്റ് വരുന്ന രീതിയിൽ നമ്മുടെ ഫേസിന് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇത് താഴ്ത്തി ഇത് മുകളിലോട്ട് നീക്കി ഇതിനെ ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ട് ആക്കുന്നു. അപ്പം ഇത് ഫില്ലായപ്പോൾ ഇവിടെ ഒരു പീസ് പൊട്ടി. ആ പീസ് ഇത് എവിടെ ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ ഇവിടെ ഫില്ലാക്കാണ്. അപ്പോൾ ഇവിടെ ഞാൻ റെഡ് ഒരുമിച്ച് വരുത്തി അതിന് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു. അപ്പം ഇതും നമ്മുടേത് ഫില്ലായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 2 ലെയർ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് 3ാമത്തെ ലെയറാണ്. 3ാമത്തെ ലെയർ ചിലവർക്ക് പോയിന്റ് ആയിട്ട് കിട്ടും. ചിലപ്പോൾ ഈ ഭാഗത്ത് മാത്രം യെല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ എല്ല് ഷേപ്പിൽ കിട്ടും, അതല്ലെങ്കിൽ ക്യൂബ് ഷേപ്പിൽ കിട്ടും, പിന്നെ ഒരു പ്ലസ് ഷേപ്പിൽ കിട്ടും. പോയിന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്നു. ഈ യെല്ലോ പാർട്ട് മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലും ഏതെങ്കിലും ഒരു കളർ നമ്മുടെ മെയിൻ ഈ കളറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫേസ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ ഫുള്ളും വെക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ശരിയാക്കാൻ പോവാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഫേസ് നമ്മളൊന്ന് തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ വൈറ്റ് ബ്ലോക്ക് പൊട്ടി അത് ഈ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വൈറ്റ് ബ്ലോക്കിന് ഒന്നും കൂടി പൊട്ടിക്കുകയാണ്. താഴെ നമ്മൾ മേളിലേക്ക് എടുത്ത് ഇതിനങ്ങോട്ടേക്ക് തിരിച്ച് ഇതിനെ ബാക്ക് ടു നമ്മൾ നോർമൽ പൊസിഷനിലോട്ട് വെക്കുന്നു. ഇതിനെ നമ്മൾ കറക്കി നമ്മൾ ഒറിജിനൽ പൊസിഷനിലോട്ട് ഇതിനെ വെച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വൈറ്റിന് പിന്നെ ഒരു അനക്കും വന്നിട്ടില്ല. നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു ലൈനായിട്ട് കിട്ടി. ഇതേ മെത്തേഡ് ഇനി ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഒരു 1 ടൈം കൂടെ ഫോളോ ചെയ്യാം. അപ്പം നോക്കുമ്പോൾ എനിക്കൊരു പ്ലസ് ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി പ്ലസ് കിട്ടിയതിന് ശേഷം നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈ പ്ലസിന്റെ ഈ യെല്ലോന്റെ ഈ പീസുകളിൽ നമ്മളുള്ള കളറുകൾ നമ്മൾ നോക്കണം. ആ കളറും നമ്മുടെ ഈ മിഡിൽ പീസിലെ കളറും സെയിം ആയിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടാവും. ആ വരുന്ന പീസ് നമ്മൾ നോക്കി ഓക്കെ എനിക്കിവിടെ ഒരു സൈഡിലേ വന്നിട്ടുള്ളൂ, നമുക്ക് അത് മിനിമം 2 സൈഡിലെങ്കിലും വരണം. അപ്പം ഞാൻ ഒന്ന് തിരിച്ചു നോക്കാണ്. വേറെ ആരുടെയും സെയിം വന്നിട്ടില്ല. ഒന്നും കൂടി തിരിച്ചു നോക്കാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഗ്രീൻ വന്നു, വേറെ ആരും വന്നിട്ടില്ല. 1 ടൈം കൂടി ഞാൻ തിരിച്ചപ്പോൾ ബ്ലൂവും വന്നു, ഓറഞ്ചും വന്നു. ചില സമയത്ത് നമുക്ക് ഓറഞ്ചും റെഡും കിട്ടും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ അടുത്തടുത്തും കിട്ടും. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ഈ പ്ലസ് ആക്കാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല നമുക്ക് ഈ അടുത്തടുത്താണ് വന്നെങ്കിൽ നമ്മൾ ഒരെണ്ണം നമ്മുടെ ഫേസ് ചെയ്തും ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡിലും നമ്മുടെ ഈ റൈറ്റ് സൈഡിലും വെച്ചതിന് ശേഷം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ഇത് മേളിലോട്ട് പൊക്കി ഇങ്ങോട്ട് തിരിച്ച് ഇത് താഴ്ത്തി ഇതും തിരിച്ച് നമ്മളിതിനെ ബാക്ക് ടു നോർമൽ പൊസിഷനിലോട്ടാക്കി നമ്മളൊന്ന് തിരിക്കുമ്പോൾ അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ബ്ലൂവും ഒരു പീസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത് നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തും സെയിം ആയിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മളൊന്ന് തിരിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് മേൽഭാഗം ഒന്ന് തിരിക്കുകയാണ്. എവിടെയെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കാണ്. എൻ്റെ കയ്യിൽ എവിടെയും വന്നിട്ടില്ല. ഇനി ഒന്നും കൂടി ഞാൻ ഒന്ന് തിരിച്ചു നോക്കാണ്. എനിക്കിവിടെ ഓറഞ്ച് വന്നു. ഓറഞ്ച് മാത്രമല്ല ഒരു കളറും കൂടെ വന്നാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കാണ്. എനിക്കിവിടെ റെഡ് ഫുള്ള് സെയിം പോലെ വന്നിട്ടുണ്ട്, ഗ്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 കളറിൽ ഏതെങ്കിലും ഒരു കളറ് ഞാൻ ബാക്ക് സൈഡിൽ വെക്കാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഗ്രീനാണ്, നിങ്ങൾക്ക് വേറെ കളറായിരിക്കും വരാം. അപ്പോൾ ഈ ഗ്രീനെ ഞാൻ ബാക്ക് സൈഡിലും റെഡിനെ ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലും വെക്കാണ്. എന്നിട്ട് ഈ ബ്ലൂവിനെ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യണം. ഈ റെഡ് പാർട്ടിനെ നമ്മൾ മുകളിലോട്ട് പൊക്കി ഇതിനെ നമ്മളൊന്ന് ഒരു തവണ തിരിച്ചു ഇതിനെ തിരിച്ച് താഴേക്ക് ഇട്ടു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വൈറ്റ് പീസ് പൊട്ടിയിട്ടുണ്ട്.
അത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ അവസാനം സോൾവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വരും. നമ്മൾ ഇതിനെ ഒന്നും കൂടി തിരിച്ചു, എന്നിട്ട് നമ്മൾ ഇത് പൊക്കി, എന്നിട്ട് നമ്മൾ 1 2 3 തിരിച്ചിട്ടും. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും കിട്ടുക. നമ്മൾ മേൽഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തിരിക്കുമ്പം എനിക്കിവിടെ ബ്ലൂവിൻ്റെ ഒരു പ്ലസ് വന്നിട്ടുണ്ട്, റെഡിൻ്റെ ഒരു പ്ലസ് വന്നിട്ടുണ്ട്, ഗ്രീനിൻ്റെ പ്ലസ്സും വന്നിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ പ്ലസ്, എല്ലാത്തിൻ്റെയും ഈ മിഡിൽ പീസുകൾ സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ നോക്കേണ്ടത് ഈ യെല്ലോൻ്റെ കോർണർ പീസുകളാണ്. ഈ യെല്ലോൻ്റെ കോർണർ പീസുകൾ നോക്കാനായിട്ട് ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും യെല്ലോൻ്റെ ഒരു കോർണർ പീസ് ശരിയായിട്ടുണ്ടാവും, ചിലപ്പോൾ ശരിയായിട്ടുള്ളത് ഉണ്ടാവില്ലായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ പറഞ്ഞുണ്ട്, അല്ലെ ഇല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് നമ്മൾ കോർണർ പീസായിട്ട് സെറ്റ് ചെയ്തിട്ട് അതവിടെ വെക്കുക. എന്നിട്ട് ആ പാർട്ട്, ഈ ലെയറിനെ ആ പാർട്ട് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കോർണർ പീസുകൾ ഒന്നും സെയിം വരുന്നില്ല. അപ്പോൾ ഒരു പീസിനെ ഞാൻ എൻ്റെ ഒരു കോർണർ പീസായിട്ട് സെറ്റ് ചെയ്യാണ്. അത് ഞാൻ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഈ കളറ് ഞാൻ എന്നെ ഫേസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കോർണർ പീസാക്കി വെച്ച സ്ഥിതിക്ക് ഇതിന് നമുക്ക് ഒന്നും ഈ പൊസിഷനിൽ നിന്ന് ഇത് മാറാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എത്ര ഷഫിൾ ചെയ്താലും ഇത് പൊട്ടാൻ പാടില്ല എന്ന രീതിയിലായിരിക്കും നമ്മൾ ഷഫിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അപ്പർ പാർട്ട് ഒന്ന് തിരിക്കുകയാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തിരിച്ച് റൈറ്റ് സൈഡ് ഒന്ന് മുകളിലോട്ട് പൊക്കി ഇതിനെ നമ്മൾ ബാക്ക് ടു നോർമൽ പൊസിഷനിലിട്ട് വെച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ നമ്മളൊന്ന് പൊക്കി ഇതിനെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു. അത് നമ്മുടെ വൈറ്റ് ഈ ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ സെറ്റായ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ താഴത്തേക്ക് ഇടാണ്. അതിനുശേഷം നമ്മുടെ ഈ വൈറ്റ് ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വൈറ്റിനെ നമ്മളൊന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടാണ്. ചിലപ്പോൾ ഇതേ സ്റ്റെപ്പ് നമുക്ക് 2 to 3 ടൈം വരെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എന്നാലേ ഇത് ഫുള്ളും കോർണർ പീസുകൾ അതാത് പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം എൻ്റെത് എന്നിട്ടും സെറ്റായോ എന്ന് നോക്കട്ടെ. എൻ്റെത് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതേ ഫോർമാറ്റ് ഒന്നും കൂടി ചെയ്യാണ്. മുകളിലത്തെ ഭാഗം അങ്ങോട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ച് റൈറ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി ഇത് തിരിച്ച് ബാക്ക് ടു നോർമൽ. അതിനുശേഷം ലെഫ്റ്റ് പൊക്കി നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഒരു പീസ് കോർണർ പീസ് ഒരു പീസ് നമ്മുടെ ശരിയായി. ഇനി ഈ ശരിയായ പീസ് വെച്ചിട്ട് വേണം നമ്മൾ ഇതും ബാക്കി നോർമൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള പൊസിഷനിലേക്ക് ഇടാനായിട്ട്. ഇത് നമ്മൾ ശരിയാക്കാനെടുത്ത് ഏത് മെത്തേഡാണോ അതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് 2 തവണ മാക്സിമം ഫോളോ ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ എല്ലാം പൊസിഷനിലായിട്ട് ഇത് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യാണ്. നമ്മുടെ ഇപ്പോഴും ഒന്നും ശരിയായിട്ടില്ല, അതായത് പൊസിഷനിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് ഇതിനതിൻ്റെ പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊന്ന് തിരിക്കുകയാണ്. ഓറഞ്ച് ഗ്രീൻ യെല്ലോ ഇവിടെ വന്നു, യെല്ലോ ഓറഞ്ച് ബ്ലൂ പൊസിഷനിലെത്തി, വൈറ്റ് എല്ലാത്തിനും അതായത് കോർണർ പീസുകളിൽ പൊസിഷനിലെത്തി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒന്നും എഡ്ജ് പീസുകൾ ഇവിടെ വൈറ്റും വന്നിട്ടില്ല, ഇത് കളർ സെറ്റ് ആയിട്ടുമില്ല. ഇത് ശരിയാക്കാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് നമ്മൾ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കളർ സെറ്റ് ആക്കാനായിട്ട് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്മൾ താഴേക്ക് ഇട്ടു. ഇതിന് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. യെല്ലോ പാർട്ട് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതിന് നമ്മൾ താഴേക്ക് ഇട്ടു. ഡൗൺ പാർട്ട് നമ്മളൊന്ന് മൂവ് ചെയ്തു. ഇതിന് നമ്മൾ തിരിച്ചിട്ടു. ഇതിന് നമ്മൾ തിരിച്ച് ബാക്ക് ടു നോർമലാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നെ നമ്മളിങ്ങനെ ഡബിൾ റൗണ്ട് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതിനെ മുകളിലോട്ട് ഇട്ടു, ഇതിനെ തിരിച്ചിട്ടു. നമ്മൾ നോക്കുമ്പോൾ കോർണർ പീസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ മിഡിൽ പീസ് റെഡിൽ നിന്നും മാറ്റുന്നില്ല, ഈ ടോപ്പ് പാർട്ടാണ് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ ഈ പാർട്ട് നമുക്ക് ശരിയാക്കേണ്ട കോർണർ പീസ് റൈറ്റ് സൈഡിൽ വരണം. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ശരിയാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതിനെ താഴത്തേക്ക് ഇട്ടു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, മുകളിലേക്ക് ഇട്ടു. ഇതിൻ്റെ പുറകിലേക്ക് ഈ പൊസിഷൻ്റെ ഈ സൈഡിലേക്ക് തന്നെ ഇട്ടു. അതിനുശേഷം ഇത് താഴത്തേക്ക് ഇട്ടു. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടേക്ക് വരുത്തിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇതിനെ താഴേക്കിട്ട് ലൊക്കേഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിലായിട്ടിടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആക്കുന്നത് കഴിഞ്ഞു. നമ്മുടെ റുബിക്സ് ക്യൂബ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
പഠിച്ചാൽ കാര്യമില്ലേ കോലം മൊത്തം മാറ്റി അന്നോ പെണ്ണോ പഠിച്ചാൽ കിട്ടും കുട്ടികൾ മനസ്സിലാൻ തന്നെ ആരും ചോദിക്കാൻ പറ്റും മനസ്സിലാവണ്ടേ അപ്പോൾ ബി വി പോകും